പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ വളരെ ഗംഭീരമായ ഒരു അധ്യായമാണ് സൂറത്തുൽ കാഫിറൂൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആശയമാണ്, റിപ്പീറ്റായി ഒരേ ആശയം ആവർത്തിക്കുന്ന വളരെ കുറഞ്ഞ ആയത്തുകളുള്ള അധ്യായം. യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് അവസാനിക്കുന്ന അതെല്ലാം ഒരേ റിപ്പീറ്റ് ആശയങ്ങളാണ്. അത് കൂടുതൽ വിശദീകരിക്കാവുന്ന വിധം അതിനെ വാക്കുകൾ കൊണ്ട് അള്ളാഹു മനോഹരമാക്കിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ജീവിത ശൈലി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ദർശനമുണ്ട്, ഇത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. ലോകത്തെല്ലാവരെയും ആ വിശ്വാസത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നുണ്ട്. അതിലേക്ക് വരാത്തവരോട് വൈമനസ്യം കാണിക്കുന്നില്ല. ഈ ദുനിയാവിൽ അവരോട് ക്രൂരമായി പെരുമാറുകയില്ല. അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനാണ്. ലോകത്ത് ഇന്നുള്ള ജനസംഖ്യയുടെ 4/3 അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിന്റെ ശക്തികളെ ആരാധിക്കുകയും ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി കൂടി അന്നം ഒരുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവർക്ക് വേണ്ടി പിന്നെയും ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ട് അള്ളാഹു ദുനിയാവിൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല. അള്ളാഹു ഈ ബഹുസ്വരതയെ ഈ ദുനിയാവിൽ അലങ്കാരമാക്കി ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹു നടപടികൾ എടുത്തിട്ടുള്ളത്. അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരു വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു മനുഷ്യനെയും ഇവിടെ സ്ഥിരപ്പെടുത്താതെ അവരെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്തിട്ടില്ല. ആ ഒരു വിശ്വാസവും ആചാരങ്ങളും ആഘോഷങ്ങളുടെയും വൈവിധ്യം ഈ ലോകത്ത് നിലനിൽക്കുമ്പോഴും അവരെല്ലാം ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ട് വിശ്വാസികൾ ക്ഷണിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത പദ്ധതിയിലേക്കാണ്. നമുക്കൊരു ജീവിതം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ കുടുംബം നടത്തണം, എങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെ പേര് വെക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എത്രത്തോളം എങ്ങനെയാണ് നിങ്ങൾ ബാത്റൂമിൽ പോകേണ്ടത്, എങ്ങനെയാണ് കിടപ്പറ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലും പഠിപ്പിച്ചിട്ടുണ്ട്. ആ നമുക്ക് ആവശ്യത്തിനുള്ള ആഘോഷങ്ങളും അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലും ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ സാംസ്കാരിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒരു മേഖലയിലും അന്യൻ്റെ കടമെടുപ്പിൻ്റെ ആവശ്യം മുസ്ലിമീങ്ങൾക്കില്ല. പെർഫെക്റ്റ് ആയ ഒരു ജീവിത വീക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മൾ ഒഴുക്കിനൊപ്പം നീങ്ങുന്നവർ എന്നതുപോലെ ഏത് സമൂഹത്തിലേക്കും സമുദായങ്ങളിലേക്കും ആഘോഷങ്ങളും ആചാരങ്ങളും കടന്നു വരുമ്പോൾ അത് ഏറ്റെടുത്ത് പിടിക്കുന്ന രീതി നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. അത് വളരെ മോശമായൊരു പ്രവണതയാണ്. ശരിക്കും നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഇരിക്കുന്നത് മോശമാണെന്ന് തോന്നുമ്പോഴാണല്ലോ അന്യൻ്റെ ആചാരങ്ങളും ആഘോഷങ്ങളും ചേർത്ത് പിടിക്കുക. അപ്പോൾ ഇസ്ലാമിന് അത്ര വില കൽപ്പിക്കുന്നവർ, അത്രേ എൻ്റെ മതത്തിന് ഞാൻ വില കൽപ്പിക്കുന്നുള്ളൂ, അത്രയും ഞാൻ അള്ളാഹു റസൂലിന് വില വെക്കുന്നുള്ളൂ എന്നാണല്ലോ ഒരു മനുഷ്യൻ ഇതര മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. ഒരു കാരണവശാലും മറ്റിതര മതവിശ്വാസികളുടെ ആചാരങ്ങളെയോ ആഘോഷങ്ങളെയോ അവരുടെ വിശ്വാസങ്ങളെയോ സങ്കല്പങ്ങളെയോ അവരുടെ മൂർത്തികളെയോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് അനുവാദമില്ല. അത് മാന്യതയുമല്ല. പടച്ചവനില്ലാത്ത അള്ളാഹുവിനില്ലാത്ത വെറുപ്പ് നമ്മൾ വെക്കാൻ പാടില്ലല്ലോ. പടച്ചവൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസികളെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിടുക. പക്ഷെ അത് ഏറ്റെടുക്കുന്നതിൽ എന്ത് മതേതരത്വമാണ് നമ്മൾ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്ന ഭയന്നിട്ടാണോ നമ്മൾ ഈ നാടകങ്ങൾ കളിക്കുന്നത്? നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് ആഘോഷം വരെയാണ്. നാട് നീളെ ക്രിസ്മസ് ആഘോഷിക്കണം. ക്രിസ്ത്യാനികൾ ആഘോഷിക്കേണ്ട ആഘോഷമാണല്ലോ, അവരുടെ ആഘോഷമാണത്. അവർ നന്നായി ആഘോഷിക്കട്ടെ, അവർ ഗിഫ്റ്റുകൾ പരസ്പരം കൈമാറട്ടെ, ബന്ധുജനങ്ങളെ വിളിച്ചു കൂട്ടട്ടെ, കേക്കുകൾ മുറിക്കട്ടെ. അവരെ ആഘോഷം ഇതിൽ നമുക്ക് അഭിപ്രായം പറയാൻ പോലുമില്ല. അവരെ ഇഷ്ടത്തിന് അവർ ആഘോഷിക്കട്ടെ. അവരൊരു വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്, അവരുടെ ആഘോഷമാണത്. അവർ ഏറ്റവും മനോഹരമായി ആഘോഷിച്ച് സന്തോഷത്തോടെ ദിവസം കടന്നു പോകട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് മുസ്ലിമീങ്ങൾക്ക് അതിലെന്താ പങ്കെന്ന് നമുക്ക് ആലോചിക്കാനുള്ളത്. മുസ്ലിമീങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ക്രിസ്മസ് എന്നല്ല, ഇതര മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷങ്ങളിലും നമുക്കവിടെ ആഘോഷിക്കാൻ അനുവാദമില്ല. അത് അവരുടെ ആഘോഷമാണ്, ആചാരമാണ്. ഇതിൽ മതേതരത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ പങ്കാകുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമില്ല. അള്ളാഹുവിനെ നിങ്ങൾ ഭയന്നാൽ മതി. എല്ലാവരും വർഗീയതയുടെ അങ്ങേ തലയ്ക്ക് നിൽക്കുകയാണ്. മുസ്ലിമിൻ്റെ ബേക്കറി എന്ന് വാച്ച കേക്ക് കണ്ടിട്ട് സഹികെട്ടുപോയ പള്ളിയിലച്ചന്മാരുള്ള കാലഘട്ടം ഇത്. മുസ്ലിമിൻ്റെ ബേക്കറി എന്ന് വാച്ച കേക്ക് മുസൽമാൻ്റെ കേക്ക് വാച്ച് ക്രിസ്മസിന് കട്ട് ചെയ്യരുത് എന്ന് പറയുന്ന വിധം വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം, ഒരു ന്യൂനപക്ഷമെങ്കിലും ക്രൈസ്തവർക്കിടയിലും കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ മുസ്ലിമീങ്ങളുടെ ഹലാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു വരുന്നവരും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുമായ ഹൈന്ദവ സഹോദരങ്ങൾ ന്യൂനപക്ഷമെങ്കിലും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ മതേതരത്വം മാന്യമായി എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖു കുല്ലുഹും മിയാലുല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എല്ലാ മനുഷ്യരും ആദമിന്റെ മക്കളാണ്. കുല്ലുക്കും മിൻ ആദം വആദമും മിൻ തുറാബ് എന്ന്
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ദർശനമല്ലേ? എന്നിട്ടും പിന്നെ എന്തിനാ നാട്യങ്ങൾ, മറ്റുള്ളവന്റെ ആചാരങ്ങൾ അത് ഏറ്റെടുക്കാൻ നമ്മൾ പോകേണ്ടതിന്റെ കാര്യം എന്താണ്? നമുക്കിവിടെ കേക്ക് മുറി പഠിപ്പിച്ചത് ഹാപ്പി ബർത്ത്ഡേ ടു യു മുഹമ്മദ് റസൂലുള്ളാഹി എന്നും ഹാപ്പി ബർത്ത്ഡേ ടു ഈസാ നബി അലൈഹി ഇസ്ലാം എന്നും പറയാൻ മാത്രം ബൗദ്ധികമായി തകർന്നു പോയ ഒരു സമൂഹമായി നമ്മൾ അത് മാറിയിട്ടില്ലേ? ആലോചിക്കേണ്ടത് ഈസാ നബിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ നമുക്ക് ആഘോഷിക്കാമെന്ന്. എവിടെ നിന്നാണ് ആൾക്ക് വണ്ടി കിട്ടുന്നതെന്നറിയില്ല. നമ്മൾ ഇതൊന്നും നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല. അതുകൊണ്ട് തീർത്തും ആ മുസ്ലിമീങ്ങളായ സമൂഹത്തിൻ്റെ ആഘോഷങ്ങൾ അത് അവരെ വഴിക്ക് വിടുക, അവരാഘോഷിക്കട്ടെ, സന്തോഷത്തോടെ അവർ കടന്നു പോട്ടെ. ആ ദിവസങ്ങൾ നമുക്കതിൽ പങ്കില്ല, അതിൽ നമുക്ക് പങ്കില്ല. നമ്മുടെ ആഘോഷങ്ങൾ അവരെ നിർബന്ധിക്കേണ്ട വേണ്ട. നമ്മൾ പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കണം, സ്കൂളുകളിൽ നമ്മൾ ആഘോഷം വയ്ക്കുകയാണ്. എല്ലാ ആഘോഷങ്ങളും സ്കൂളുകൾ ആഘോഷിക്കുന്നു. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കുട്ടികൾ അവിടെ ഉണ്ട്. അവിടെ എല്ലാം ഒരു പെരുന്നാൾ കേക്ക് മുറിച്ച് ആഘോഷം, അത്തപ്പൂക്കളം ഇട്ട് ആഘോഷിക്കുന്നു സ്കൂളുകളിൽ. എല്ലാ മതക്കാരും പഠിക്കുന്ന സ്കൂളിലാണ് നടക്കുന്നത്. അത്തപ്പൂക്കളം ഇട്ട് സ്കൂളിൽ ആഘോഷം നടക്കുകയാണ്, നമുക്ക് തടസ്സം പറയുന്നില്ല. ക്രിസ്മസ് കേക്ക് മുറിച്ച് ആഘോഷിക്കും, തടസ്സം പറയുന്നില്ല. എന്തുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമായ മുസ്ലിങ്ങൾക്ക് 2 പെരുന്നാളുണ്ടല്ലോ. ഒരു പെരുന്നാൾ കുട്ടികളെല്ലാവരും നമുക്ക് എന്ത് ചെയ്യുക, സ്കൂൾ കോമ്പൗണ്ടിൽ ആഘോഷിക്കുക, എല്ലാവരും ഒരു 2 റക്അത്ത് പെരുന്നാൾ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആഘോഷിക്കാൻ നിന്നിട്ടുണ്ട് ഇവിടെ? നമുക്ക് പരാതിയില്ല. ഈ മതത്തിൻ്റെ ആഘോഷം ഒരു കുട്ടിയുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഒരു വിശ്വാസക്കാരെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒരു കാരണവശാലും. നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ പങ്ക് ആഘോഷത്തിൻ്റെ ഭാഗമായി കൊടുത്തുവിടുമെന്നല്ലാതെ വാട അപ്പുറത്ത് ഇങ്ങനെ ശശിയെയും ശങ്കരനെയും ഒക്കെ വിളിച്ചിട്ട് നമുക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ പോകാമെന്ന് നമ്മൾ പറയാറില്ല. അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. ആ ബോധ്യം നമുക്കുകൂടി ഉണ്ടാവണ്ടേ? മറ്റുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, മാന്യമായി പറയാമല്ലോ നമുക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതമെന്ന്. അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ നമ്മുടെ നിലപാട്, ഏറ്റവും നല്ല കൃത്യമായ തിരിച്ചറിവ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.